എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് ചോദിച്ചു, ബ്രോ എന്താ മുടിവെട്ടിൻ്റെ ഇഷ്യൂവിനെ കുറിച്ചിട്ട് സംസാരിക്കാത്തതെന്ന്. സോ അതിനെക്കുറിച്ചിട്ട് എനിക്ക് മെയിനായിട്ട് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യം മാത്രമാണ്. എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് താല്പര്യമില്ല. ബിക്കോസ് അത് അവൻ്റെ ഒരു കാര്യമാണ്. നമുക്ക് അല്ലെങ്കിൽ എനിക്ക് മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്ത് കാര്യങ്ങൾ വന്നാലും ലൈക്ക് എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. സോ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ അതിനെക്കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യാതിരുന്നത്. നമ്മൾ കഴിഞ്ഞ 5 കളികൾ ക്യാരിക്കിൻ്റെ അണ്ടറിൽ 4 കളി ജയിച്ചു. ഈ കളിയിൽ സമനില വെസ്റ്റ് ഹാമുമായിട്ട്. സോ ക്യാരിക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഓഫർ ഇങ്ങനെ വരുവാണ്, 15 പോയിന്റ്സിൽ 13 പോയിന്റ് കിട്ടും എടുക്കുമോ എന്നുള്ളത്. ഉറപ്പായിട്ട് 2 കൈ നീട്ടി സ്വീകരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കളികളിൽ സിറ്റിയും ആർസണലും ഫുള്ളമും ടോട്ടൻഹമും ഇങ്ങനത്തെ ഉള്ള വലിയ ടീംസാണ് നമ്മൾ കളിച്ച് തോൽപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്കായിട്ടായിരുന്നു കളിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു 15 പോയിന്റ്സിൻ്റെ അകത്ത് 13 പോയിന്റ് ക്യാരിക്ക് വരുന്നതിന് മുമ്പ് ഓഫർ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എടുത്തേനെ. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കളികളും ജയിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇത് പ്രീമിയർ ലീഗാണ്. ഇവിടെ ഈക്വൽ ലെവലിലാണ് കോമ്പറ്റീഷൻസ് നടക്കുന്നത്. ഇപ്പം റെലഗേഷൻ ബാറ്റിൽ ചെയ്യുന്ന ടീം വരെ പോലും ഓൺ ദെയർ ഡേ അവർ ഫസ്റ്റ് കിടക്കുന്ന ടീമിനെ തോൽപ്പിക്കാനായിട്ടുള്ള സാധ്യത ഉള്ള ഒരു ലീഗ് തന്നെയാണ് ഇവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വെസ്റ്റ് ഹാമുമായിട്ട് നമ്മൾ തോറ്റിട്ടില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ തോൽക്കും എന്നുള്ള ഒരു ലെവലിൽ നിന്നിട്ട് നമ്മുടെ ടീം കാണിച്ച ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്തു എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻറ്റ്. എഫേർട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ റിസൾട്ട്. റിസൾട്ട് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും നമ്മളത് കൊടുക്കുന്നതിൽ ആണ് മെയിനായിട്ട് എന്താ പറയുക നമ്മൾ വാല്യൂ ചെയ്യുന്നത്. കാരണം ഫോർ എക്സാമ്പിൾ ആർസണലായിട്ടുള്ള ഫസ്റ്റ് ഗെയിം സീസണിൽ നമ്മൾ തോറ്റു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ തോൽവിയിലും നമ്മൾ ഫാൻസ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിന്നത്. ബിക്കോസ് വി ഗേവ് ദറ്റ് എഫേർട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തോറ്റത്. അതുപോലെയാണ് വെസ്റ്റ് ഹാമായിട്ടുള്ള ഗെയിമിൽ നമ്മൾ ആ തോൽവിയിൽ നിന്നും നമ്മൾ സമനിലയിലെത്തി ആ തോൽവി ഒഴിവാക്കി. സോ ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പം എനിക്കതാണ് മെയിനായിട്ടുള്ള കാര്യം. സോ മുടിവെട്ടും അതുമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് അവൻ്റെ കാര്യം. ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പോലും ബാധിക്കുന്ന ഒരു കാര്യമല്ല, പ്ലെയേഴ്സിനെ ബാധിക്കുന്ന ഒരു കാര്യം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ടാണ് മെയിനായിട്ട് ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് നമ്മുടെ ചാനലിൽ സംസാരിക്കാതിരുന്നത്.